നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് നിയോജക മണ്ഡലം കമ്മിറ്റി നടപ്പാക്കുന്ന കാരുണ്യം 2024 പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ബസേലിയസ് ഓർഫനേജിലെ അന്തേവാസികൾക്ക് സ്നേഹവിരുന്നൊരുക്കിയായിരുന്നു തുടക്കം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന നസറുദ്ദീന്റെ രണ്ടാം ചരമദിനമായ ഫെബ്രുവരി 10 വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യ 2024 പദ്ധതി തുടങ്ങി. കോതമംഗലം നഗരത്തിലെ ബസേലിയോസ് ഓർഫനേജിലെ അന്തേവാസികൾക്ക് സ്നേഹവിരുന്നൊരുക്കിക്കൊണ്ട് കാരുണ്യം 2024 ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഏകോപന സമിതിയെ ഒരു രക്ഷാകർതൃ സംഘടനയാക്കി മാറ്റുന്നത് അദ്ദേഹം നേതൃത്വപരമായി പങ്കുവച്ചിരുന്നു. ഇന്ന് ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത് ഇന്ന് കാണുന്ന വ്യാപാര ഭവനുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു. അങ്ങനെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതാത് കാലങ്ങളിൽ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികളെ ബുദ്ധിമുട്ടുകളെയൊക്കെ ഭരണാധികാരികളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുന്നത് ന്യായമായ അവകാശങ്ങളെല്ലാം വാങ്ങി എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അക്ഷരാക്ഷയത്തിന് അതീതമായി എല്ലാവരും അംഗീകരിക്കുക. ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് സേവിയർ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം മാർത്തോമ ചെറിയപള്ളി വികാരി ജോസ് പരത്തുവയലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫോട്ടോ അനാച്ഛാദനം കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, അനിൽ ഞാളും മഠം, ഫാദർ ജോബി ജോസ് തോമ്പ്ര, MM അലിയാർ, ഷേറു MA, മൈദീൻ ഇഞ്ചക്കുടി, സിബി KA, ഉമ്മർ കുഞ്ചാട്ട്, അൻവർ NA, അജിംസ് തോട്ടുചാലി, PM ഷംജൽ, റെന്നി P വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ അഗതി അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികൾക്ക് സ്നേഹവിരുന്നൊരുക്കുക, കിടപ്പു രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും ഉപകരണങ്ങൾ നൽകുക, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, ലഹരി, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണവും ലഘുലേഖാവിതരണവും നടത്തുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മീഡിയ 60 കോതമംഗലം.